ഉള്ളി കൂടി ഇട്. എന്തായാലും ഇത് ഒരു കഷ്ണം മീനേ ഉള്ളോ? അത്രേ ഉള്ളൂ, എല്ലാരും കഴിച്ച് തീർത്ത്. എന്ന് പറഞ്ഞാൽ 2 കഷ്ണം മീനെങ്കിലും വേണ്ടേ? ഓ ഇപ്പൊ ഇല്ലാത്തോണ്ടല്ലേ ചേട്ടാ, ഇന്നൊരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. എനിക്ക് വയ്യ അഡ്ജസ്റ്റ് ചെയ്ത്. ഇതെന്തിനാ അലമ്പത്? ഒറ്റ കഷ്ണം മീൻ വെച്ച് അങ്ങനെ ചോറ് കഴിക്കണത്? നമ്മളൊരു കാര്യം ചെയ്താ എടുക്കും. അപ്പൊ നീ പച്ച ചോറ് കഴിക്കൂ? ആ സാരമില്ല. അത് വേണ്ട. ആ സാരമില്ലെന്ന്, ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ല. ഞാനൊരു കാര്യം ചെയ്യാം, വെള്ളം എടുത്തോണ്ട് വരാം, വെള്ളം ഒഴിച്ച് കഴിക്കും. അല്ല നീ ഇതെടുത്തോ? വേണ്ട. അങ്ങനെ അത്ര പെട്ടെന്ന് എന്റെ ഇത്രയും സ്നേഹം വരെ ഇവള് പച്ചച്ചോറ കഴിക്കൂ? എടി പരമ നാറി, എനിക്കറിയാവുന്നടി നീ ഇത് ചെയ്യൂ. എന്റെ കള്ളസ്നേഹം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വരട്ടെ. കഴിച്ചു തുടങ്ങിയില്ല ചേട്ടാ? കഴിച്ചു തുടങ്ങിയത്? ഓ നീ വെള്ളം അടിച്ച് കഴിക്കാൻ പോണോ? ശരിക്കോ? അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ചേട്ടാ, വല്ലപ്പോഴും അല്ലേ കഴി. ചേട്ടാ നിനക്ക് സ്നേഹമാണോ വലുതല്ലേ? പിന്നല്ലാതെ കഴിക്കേ ചേട്ടാ. എന്നാ എനിക്ക് സ്നേഹമാണ് വലുതടി. എനിക്ക് സ്നേഹമാണ് വലുത്. ഞാൻ കഴിച്ചില്ലെങ്കിൽ എന്റെ ഭാര്യ കഴിപ്പിക്കണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഒരു കാര്യം ചെയ്ത് ഞാൻ കഴിക്കാം, നീ ഇത് ചുമ്മാ നീ ഇത് കഴിച്ചു. ചുമ്മാ ചേട്ടാ, നീ ഇത്രയും ജോലി ചെയ്യുന്ന ഒരു പെണ്ണാണ്, നിനക്ക് അത്യാവശ്യം പിന്നെ ഒമേഗ ഒക്കെ വേണം. അത് കഴിക്കും. ഞാൻ പച്ചച്ചോറ് കഴിച്ചോളാം. ഞാൻ വെള്ളം ഒഴിച്ച് എനിക്ക് പറ്റുമോ? ചേട്ടാ ചുമ്മാ ചേട്ടാ, അത് കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ലെന്ന്. അല്ല അതാണ് വേണം. എനിക്ക് മീൻ വേണ്ട ചേട്ടാ. മീൻ കഴി നീ. അയ്യോ എനിക്ക് വേണ്ട ചേട്ടാ, ഇങ്ങോട്ട്. നിനക്ക് മീൻ വേണ്ടേ? അപ്പൊ ഇതെന്ത്? ഇതൊക്കെ എന്ത് പിന്നെ മീൻ വേണ്ടെങ്കിൽ? എത്ര മീനല്ലേ ഇതെങ്ങനെ വന്നടി? എടി താടകേ, എനിക്കറിയാടി നീ മീനൊക്കെ താത്തു വെച്ചിട്ടിരിക്കുന്നത്. എന്നിട്ട് നിന്റെ മറ്റേ അഭിനയം. പച്ചച്ചോറ് വെള്ളം ഒഴിച്ച് കഴിച്ചോളാം ചേട്ടാ. നീ വെള്ളം ഒഴിച്ച് കഴിച്ചാൽ മതി. ചേട്ടാ അങ്ങനെ പറയൂ. നീ നമ്പർ അടിക്കോ? കരം കിട്ടിയപ്പോ അടിച്ചങ്ങന്റെ മീനിനെ അടുത്ത് അങ്ങ് തിന്നിട്ട് നിന്റെ ഞാൻ എന്ത് മണ്ടത്തരായിപ്പോ ഞാൻ നോക്കിയില്ലായിരുന്നു. ഓർമ്മിച്ച് ഞാൻ വിശ്വസിച്ചു. ആ ചേട്ടൻ മുമ്പ് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നല്ലേ, അതാണ് ചേട്ടാ കറക്റ്റ് ആയിട്ട് മനസ്സിലായി. ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. എങ്കിലോട്ട് ഇതിനൊക്കെ എങ്ങനെ മനസ്സ് വന്നടി? എന്റെ വിശപ്പങ്ങ് പോയി. മകളെ നോക്ക്, എന്തോ ഈ ചെടിച്ചട്ടിക്കകത്ത് ഇങ്ങനെ പുല്ലേ അതെല്ലാം കട്ട് ചെയ്ത് കളയാം. മക്കളെ നോക്ക്, നമുക്കൊരു ഫിഷ് ടാങ്ക് വാങ്ങിച്ച മീൻ വളർത്തായിരുന്നു. അത് നല്ല ഐഡിയ ആണ്. നമുക്കേ കുറച്ച് കരിമീൻ കൃഷി ചെയ്താലോ? അങ്ങനെ ആവുമ്പോ നമുക്ക് വിൽക്കുകയും ചെയ്യാം, അതിനെ കറി വെച്ച് തിന്നുകയും ചെയ്യാം. ഞാൻ അതിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ അലങ്കാര മത്സ്യം. അത് തന്നെ അത് നല്ലതാ. നീ പുല്ല് അടി ചെടിച്ചട്ടിയിലുള്ള ഞങ്ങള് രണ്ട് മല പോലെ നിക്കണ നീ കണ്ടില്ലേ? അയ്യോ ഞാൻ കണ്ടില്ല. നമുക്ക് കണ്ടുകൂടാ, കണ്ണില് കുരു. ഞാൻ കണ്ടില്ല. അല്ലെങ്കിലും കാണൂല. ഇപ്പൊ നമ്മളെ ഒന്നും മൈൻഡ് ഒന്നും ഇല്ലല്ലോ. എനിക്ക് ഒരുപാട് പഠിക്കണ്ട, എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. എന്തോ പഠിക്കണ്ട? ഓ പഠിക്കാണ്ടാ? എന്താ ഭവാനെ ഇന്ന് കാക്ക മലന്ന് പറഞ്ഞു. ഇന്ന് എന്തൊരു തോന്നി പഠിക്കാണ്ടെന്ന് പറഞ്ഞോണ്ട് പോണത്? നിലാവത്ത് അയച്ചുവിട്ട കോഴിയെ പോലെ ഉണ്ട്. ഇനിയെങ്കിലും ബുദ്ധി നന്നായാ മതിയായിരുന്നു. നന്നാവും. ദൈവമേ, നീ ശരിക്കും ഇരുന്ന് പഠിക്കണ? നിനക്ക് നാളെ ടെസ്റ്റ് പേപ്പർ ഉണ്ടോ? അല്ല, ഇങ്ങനെ പതിവില്ലാതെ ബുക്കൊക്കെ തുറന്നിട്ട് പഠിക്കണോണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ചേച്ചി പഠിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോഴല്ല, ഈ നമ്മളുണ്ടല്ലോ അന്നന്ന് പഠിപ്പിക്കുന്ന പോർഷൻസ് അന്നന്ന് തന്നെ പഠിക്കണം. ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
നമ്മൾ ഈ പരീക്ഷ സമയത്ത് അതിന്റെ തലേ ദിവസം ഉറക്കം എണീറ്റ് നമ്മൾ ഇരുന്ന് ടെൻഷൻ അടിച്ച് പഠിച്ച അവസരം നമുക്ക് തലവേദന വന്നു, പിന്നെ നമ്മൾ പരീക്ഷ ഹോളിൽ കിടന്ന് ഉറങ്ങി. എന്റെ ദൈവമേ, ഓ പറയണ്ട. നീ ഇരുന്ന് പഠിച്ചോ. ആ. നീ ഇവിടെ ഇരിക്കണമെന്നില്ല. ഇത് എന്റെ കൂടെ റൂമല്ലേ, പിന്നെ ഞാൻ ഇവിടെ ഇരിക്കാതെ ഇരിക്കാൻ. എവിടെ ഇരുന്നു? ചേച്ചി, അച്ഛനമ്മയെങ്ങാനും ഇന്ന് വരൂ? ഇല്ല, 2 ദിവസം കഴിഞ്ഞേ വരൂ. എന്ത് ഉറപ്പാണോ? രക്ഷപ്പെട്ട്. എന്തോന്ന്? അത് അച്ഛനമ്മ ഇല്ലാത്തോണ്ട് എന്തോ പോലെ എന്ന് പറയാൻ. നീ ഒന്ന് പഠിക്കണില്ലേ? അതല്ല. എന്തുവാടി നീ എങ്ങോട്ട് പോണേ? സോറി, എനിക്ക് പഠിക്കണം, മൂട് പോയി. ഞാൻ പോണേ. ഇത് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ. ഓ, ആരെയൊക്കെ കാണിക്കാൻ വേണ്ടി ബുക്ക് തുറന്നു വയ്ക്കും, എന്നിട്ട് മൂട് പോയെന്ന് പറയും. നിങ്ങൾക്ക് എന്തോ കള്ളത്തനുണ്ട്. ഞാൻ കണ്ടുപിടിച്ചോളാം. അപ്പു, അപ്പു പണി ചെയ്തോണ്ടിരിക്കണോ? ഓ എന്ത്? ഒന്നുമില്ല. അച്ഛനും അമ്മയും നിന്നൊന്നും വരൂലല്ലേ? അത് 2 ദിവസം കഴിയുന്നു പറഞ്ഞത്. എന്ത്? അല്ല, ചുമ്മാ ചോദിച്ച. അപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞതിന് മുമ്പേ അപ്പുവാണ് ഞങ്ങളുടെ ഗാർഡിയൻ അല്ലേ? ഓ എന്ത്? വെറുതെ. അതെ, എനിക്ക് ടെസ്റ്റ് പേപ്പറിന്റെ മാർക്ക് കിട്ടി. ഓ, അതിൽ എനിക്കൊന്ന് ഒപ്പിടണം. ഒപ്പിട്ടു? ഓ ഒപ്പൊക്കെ ഇട്ടുതരാം. ഇട്ടുതരാല്ലേ? പക്ഷെ നല്ല മാർക്ക് വേണം, എങ്കിലേ അപ്പൊ ഒപ്പിടുള്ളൂ. എന്ത് നല്ല മാർക്കില്ല ഞാൻ ഇതിന് ഒപ്പിടണത്. അത് ശരിയാണ് കറക്റ്റ്. അപ്പം മാർക്കില്ലെങ്കിൽ ഒപ്പിട്ട് ഇല്ല. നിന്നെയൊക്കെ കാശ് മുടക്കി പഠിപ്പിക്കണെന്തിനാണ്? എന്തിനാണ്? നല്ല മാർക്ക് മാറ്റി ജയിക്കാൻ. അത് മാറ്റില്ലെങ്കിലേ ഉളിയൻ കമ്പ് വെട്ടി നിന്നെ ആയിരിക്കും ഞാൻ. അങ്ങനെ തന്നെ ചെയ്യണം. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യണം. ഞാൻ പോടും. നീ ഇവിടെ ഇരിക്കായിരുന്നാ? ഞാൻ വിചാരിച്ച കിച്ചണിലായിരിക്കും. ആണല്ലേ? ശരി. അവിടെ പോകേണ്ട ഒരു മനുഷ്യൻ. എന്തോന്നാ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറ. ഒന്നുമില്ല തമ്പുരാട്ടി, പ്ലീസ് ഉപദ്രവിക്കരുത്. എന്തോ പറഞ്ഞിട്ട് പോയെ? അവള് പരീക്ഷ പേപ്പർ മാർക്ക് ഒപ്പിട്ട് കൊടുക്കാൻ ഞാൻ. അപ്പൊ അപ്പു എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഒപ്പിട്ട് തരാന്ന് പറഞ്ഞു. അത് നന്നായി അല്ലേ?